ഇന്ന് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് ആശാ വർക്കർമാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട സമരം. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ഈ സമരം 40 ദിവസത്തോടടുക്കുകയാണ്. ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടത് കേരളമാണെന്നും കേന്ദ്രമാണെന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ ആശാ വർക്കർമാരെന്നാൽ ആരാണ്, എന്താണ് അവരുടെ ജോലി തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം. ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഓരോ വില്ലേജിലും ഭാരത സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശ അഥവാ ആശാ വർക്കർമാർ. ഇവർ ആരോഗ്യരംഗത്തെ ആക്ടിവിസ്റ്റുകൾ അഥവാ സന്നദ്ധ പ്രവർത്തകരാണ്. സ്ത്രീകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. 2005 ഈ ദൗത്യസംഘം ആരംഭിച്ചത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സേവനമാണ് ഇവർ ചെയ്തു പോരുന്നത്. കേരളത്തിലെ 1000 ജനസംഖ്യയ്ക്ക് ഒരു ആശാപ്രവർത്തക എന്നതാണ് ലക്ഷ്യം. 2007 പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും നിയമിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ. അതാത് ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകളെയാണ് ആശാ വർക്കർമാരായി പരിശീലനം നൽകിക്കൊണ്ട് നിയമിക്കുന്നത്. ഗവൺമെൻറ് സാമൂഹിക ക്ഷേമ വിഭാഗത്തിന് കീഴിലായാണ് ആശാ വർക്കർമാർ പ്രവർത്തിക്കുന്നത്. അതാത് വില്ലേജിലെ 24 മുതൽ 45 പ്രായപരിധിയിൽപ്പെട്ട ഒരു വനിതയെയാണ് ആശാപ്രവർത്തകയായി തിരഞ്ഞെടുക്കുന്നത്. 8 ഘട്ടങ്ങളിലായി ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുടെ അനുബന്ധ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആശാ വർക്കർമാരുടെ പ്രധാന കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക, പ്രാഥമിക വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുക, പകർച്ചവ്യാധി പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക, ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കുക, കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉറപ്പാക്കുക, ആരോഗ്യകാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് ആശാപ്രവർത്തകരുടെ ഉത്തരവാദിത്വങ്ങൾ. ആശാപ്രവർത്തകർ സന്നദ്ധ സേവകരാണെങ്കിലും പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ വേതനം നൽകാറുണ്ട്. 7000 മുതൽ 9000 രൂപ വരെയാണ് ഒരു ആശാപ്രവർത്തകയുടെ വേതനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് വേതനം നൽകുന്നത്. മറ്റ് ജോലികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പൊതുവെ കുറവാണ്. ഏകദേശം 90% ആശാ വർക്കർമാർക്ക് കേരളത്തിൽ ഇൻസെൻറ്റീവും ചേർത്ത് 10,000 രൂപ മുതൽ 13,500 രൂപ വരെ കിട്ടുന്നുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. കേന്ദ്രം പൂർണ്ണമായും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തന്നിട്ടില്ല എന്ന് കേരള സർക്കാരിൻ്റെ പക്ഷം. കേരളത്തിന് അനുവദിച്ച തുകയുമായി ബന്ധപ്പെട്ട കണക്ക് പുറത്തുവിട്ട് കേന്ദ്രവും മറുപടി അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന വേതനമാണ് കിട്ടുന്നത്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഒരു ശരാശരി കുടുംബം നയിച്ചുകൊണ്ടു പോകുന്ന ചിലവും അതുപോലെ കൂടുതലാണ്. നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ പൊതുവെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. പണ്ട് കാലങ്ങളിൽ കാർഷിക മേഖലയിൽ വളരെ മുമ്പിലായിരുന്നുവെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിനനുസരിച്ച് സാധനങ്ങളുടെ വിലയും വർധനവും വരുമല്ലോ. കേരളത്തിൽ കൃഷിയെ ഇല്ലെന്ന് അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കൃഷി ഉണ്ടെങ്കിലും നമ്മുടെ കർഷകർ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ പുതിയ തലമുറയിൽപ്പെട്ടവരിൽ എത്ര ശതമാനം കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു എന്നതും ഒരു വെല്ലുവിളിയാണ്. അതിനു കാരണം കാർഷിക മേഖലയ്ക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഏത് മേഖലയായാലും. ഏത് മേഖലയെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുവോ അവിടെ നമ്മുടെ ചെലവ് കൂടും. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ആശാ വർക്കർമാർ ഇന്ത്യയിലെ ഉയർന്ന വേതനം ലഭിച്ചിട്ടും സമരം ചെയ്യുന്നതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ പരസ്പരം പഴിചാരുകയല്ല കേരള സർക്കാരുകൾ ചെയ്യേണ്ടത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആർക്കും ദോഷമില്ലാത്ത ഉചിത തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും എല്ലാം ലഭിക്കണം. അതാണ് നമ്മുടെ പൊതുവായ ആവശ്യം. അത് ആരും മറന്നു പോകരുത്.